നമസ്കാരം ചങ്ങായിമാരെ. ട്രെയിനിലൊരു ശബരിമല യാത്ര. ഈ വരുന്നത് മാവേലി എക്സ്പ്രസ് ആണ്. കണ്ണൂരിൽ നിന്ന് ചെങ്ങന്നൂരേക്ക് ട്രെയിനിൽ യാത്രയാണെങ്കിൽ ശബരിമലയിൽ പോകുമ്പോൾ വളരെ എളുപ്പമാണ്. കാരണം ചില ബസ്സിൽ ഒരുപാട് മണിക്കൂർ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നടുവൊക്കെ ആകർഷിക്കും. അതും ഫസ്റ്റ് ക്ലാസ് AC ഒക്കെ ആണെങ്കിൽ നമ്മൾ ബസ്സിൻ്റെ പൈസ പോലും ആവില്ല. കണ്ണൂരിൽ നിന്ന് 9:15 കയറി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം 5:10 കൂടി എത്തി. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു യാത്ര തുടങ്ങിയത് കേട്ടോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെ നമ്മളെ KSRTC ബസ്സുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ കാണും. 5:30 ആയപ്പോൾ ബസ് അവിടെ നിന്ന് വിട്ട് നേരെ യാത്ര തുടങ്ങി. നേരമൊക്കെ അങ്ങനെ വെളുത്തു തുടങ്ങിയപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഒറ്റയ്ക്കുള്ള ഈ ഒരു തീർത്ഥയാത്ര നല്ല രസമാട്ടാണ്. അങ്ങനെ ദൂരം പകുതിയായപ്പോൾ ആഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സ്വാമി ശരണമയ്യപ്പ. യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ മനോഹരമായ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്രയ്ക്കൊടുവിൽ പമ്പയിലെത്തി. പമ്പയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് അങ്ങ് കയറിയിട്ട. ശബരിമലയിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ എത്തുമ്പോഴുള്ള ആ ഒരു പ്രതീതി. അയ്യപ്പൻ്റെ ആ ഒരു ചൈതന്യം ഇവിടെ മൊത്തം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. പമ്പയിലെത്തിയാൽ ഇവിടെ ബലിധർമ്മം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പമ്പയിൽ കുളിച്ച് ശബരിമല കയറാനുള്ള തയ്യാറെടുപ്പിലായി. മലയാള മാസം 1-ാം തീയതി കഴിഞ്ഞ് പോയതുകൊണ്ട് തിരക്ക് കുറവാണ്. പമ്പാ ഗണപതിക്ക് കയറുന്നതിന് മുമ്പുള്ള ആ ഒരു കർപ്പൂരം കത്തിച്ച് വെച്ചാണിത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ കുറേ കയറി മുകളിൽ ചെല്ലുമ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സ്തൂപങ്ങളും ശില്പങ്ങളൊക്കെ കാണാം. ശേഷം പമ്പാ ഗണപതിക്ക് തേങ്ങ ഉടച്ചതിന് ശേഷം രജിസ്ട്രേഷൻ ഓൺലൈൻ ചെയ്തവർ അങ്ങനെ അല്ലാത്തവർക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മല കയറാൻ തുടങ്ങാം. അങ്ങനെ മല കയറാൻ തുടങ്ങി കേട്ടോ. കുറച്ച് അപ്പുറത്തിപ്പോൾ വാട്ടർ മെലനും ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് മാങ്ങയെല്ലാം കടിച്ചതിന് ശേഷം യാത്ര തുടർന്നു. അങ്ങനെ കുറേ നടന്നതിന് ശേഷം നീലിമലയും അപ്പാച്ചി മേടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരംകുത്തി എത്തിയേട്ടാ. ഇത് നമ്മുടെ ശരംകുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേട്ടാ. ശരം വഴിപാട് പോകണം നമുക്ക് ഇവിടുന്ന് വാങ്ങാം. നേരെ മറിച്ച് 2 വഴിയുണ്ട് ശബരിമലയ്ക്ക് പോകാൻ. ശരംകുത്തി വഴി പോവാം, നേരിട്ട് ശബരിമലയ്ക്ക് പോവാം. നമ്മൾ നേരിട്ടാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത്. ഇനി 1.3 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചുകൂടി പോയാൽ നമ്മുടെ ശബരിമല സന്നിധാനം ഇനി 1 കിലോമീറ്റർ മാത്രം ബാക്കി. ഒരുപാട് മലകളൊക്കെ ചവിട്ടി നമ്മളെ സന്നിധാനത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ. 200 മീറ്റർ ഇപ്പുറം എത്തിയപ്പോൾ നമ്മൾ ശബരിമല സന്നിധാനം ഇങ്ങനെ ദൂരെ കാണാം. തിരക്കുള്ള സമയമാണെങ്കിൽ ഇവിടെയൊക്കെ വലിയ ക്യൂ ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സന്നിധാനം അങ്ങ് കാണാം. അങ്ങനെ തൊട്ടടുത്ത് നമ്മുടെ 18-ാം പടി കാണുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, മനസ്സിൽ വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ട് മാറി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ദർശനം, അതും തിരക്കില്ലാതെ ഈ ഒരു വീഡിയോ പോലെ എനിക്ക് എടുക്കാൻ സാധിച്ചത്. അങ്ങനെ 18-ാം പടി കയറി ശബരിമലയുടെ മുകളിലേക്ക് എത്തിച്ചേർന്ന് കേട്ടാ. തിരക്ക് കുറവായതിനാൽ നല്ലൊരു ദർശനമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കേട്ടാ. അയ്യപ്പൻ്റെ കളഭ പൂജയൊക്കെ നടക്കുകയായിരുന്നു അവിടെ വരുന്ന സമയത്ത്. അവിടുത്തെ ദർശനം കഴിഞ്ഞ് നേരെ മാളികപ്പുറത്തേക്ക് പോയി. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ കെട്ടുനിറയിലുണ്ടായിരുന്നൊരു തേങ്ങയുണ്ട്. അതിവിടെ ഉരുട്ടൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ഉരുട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിലും മലരൊക്കെയുണ്ട്. അതായത് നമ്മൾ കെട്ടുനിറ സഞ്ചിയിലുണ്ടാകുന്ന ആ ഒരു ഐറ്റം ഇതിലേക്ക് ഇടും. അത് കഴിഞ്ഞ് കെട്ടുനിറയിലുള്ള ആ ഒരു നെയ്ത്തേങ്ങ ഇവിടുത്തെ നെയ്ത്തോണിൽ പൊട്ടിച്ചിട്ട് അങ്ങ് ഇടും. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ ഈ ഒരു അഗ്നിയിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. കുറച്ചിപ്പുറത്തായിട്ട് വാവര് സ്വാമിയുടെ നട കാണാം. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അരവണയും അപ്പവും. ഫ്രീ ഒന്നുമല്ല കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. നമ്മുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് ഈ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നല്ല വിശപ്പ് കേട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള കൗണ്ടറിലേക്ക് പോയി. തിരക്ക് കുറവായതുകൊണ്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ പ്ലേറ്റ് എടുത്ത് പുലാവ്, ഒരു ആന്ധ്രാപ്രദേശ് സ്റ്റൈൽ ഭക്ഷണമായിരുന്നു കിട്ടിയത് കേട്ടോ. നേരെ ഇതിൻ്റെ മുകളിലായിട്ട് 60 റുപ്യ കൊടുത്താൽ വിരിയും തലാണയും കിട്ടും. ഇച്ചിരി റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ശബരിമല സന്നിധിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ പുഷ്പാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. തിരക്ക് കുറവായതുകൊണ്ട് 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ കയറാൻ വീണ്ടും സാധിച്ചത് കേട്ടോ. കൂടാതെ ശബരിമല സന്നിധാനത്തുള്ള കുഞ്ഞിരാമാട്ടൻ ഇദ്ദേഹം ഓരോ കാര്യത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവിടെ പടിപൂജ നടക്കുകയായിരുന്നു കേട്ടോ. 18-ാം പടിയിൽ പൂജ. ആ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലായി. ഞാനങ്ങനെ മല ഇറങ്ങി തുടങ്ങി കേട്ടോ. ഞാൻ മല ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് തിരിച്ച് മുകളിലോട്ട് കയറുന്നവരുണ്ടായിരുന്നു. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാടാണിത്. അങ്ങനെ ഒരു ഇളനീരൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ താഴെ എത്തി കേട്ടാ. തിരിച്ച് പമ്പയിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടാ. അങ്ങനെ ഈ മലയൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പോൾ നല്ല ക്ഷീണവും വിശപ്പും. ഈ മഴയത്ത് നല്ലൊരു പൊറോട്ട ഏതാ മോനെ അപ്പുറത്ത് അടിക്കുന്നത്. നേരെ അങ്ങോട്ട് കയറി ബാക്കി കഴിച്ചിട്ട്. ഇത് നമ്മളെ ചങ്ക് വിഷ്ണു ആണ് കേട്ടോ. ഇപ്പം പമ്പയിലുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. അങ്ങനെ പമ്പ KSRTC ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ നമ്മളെ കണ്ണൂരുകാരൻ ബസ്, ഉള്ളിൽ മുത്തപ്പനും. അങ്ങനെ വണ്ടി നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ കിടന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ വന്ദേ ഭാരതിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത് നമ്മളെ വിമാനയാത്ര പോലെയാണല്ലോ, അടിപൊളിയല്ലേ. പത്രവാർത്തയും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയൊക്കെ കഴിച്ച് നേരെ വണ്ടി കണ്ണൂരെത്തി. തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. സ്വാമി ശരണമയ്യപ്പ. ശബരിമലയിൽ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് കണ്ണൂർ തളാപ്പ് ക്ഷേത്രത്തിലോ അല്ല നേരിട്ട് പമ്പയിൽ നിന്നോ കെട്ടുനിറക്കാം.